പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് ഭൂഗർഭ ജലനിരപ്പ് ഗുരുതരാവസ്ഥയിലുള്ള പ്രദേശത്താണ്. കേന്ദ്ര ഭൂജല ബോർഡ് ക്രിട്ടിക്കൽ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശത്താണ് വീണ്ടും ജലചൂഷണത്തിനുള്ള അനുമതി നൽകിയത്. ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശം അമിത ചൂഷണം ചെയ്യപ്പെട്ടതെന്നും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇപ്പോൾ ഏറെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പാലക്കാട് ബ്രൂവറി എന്ന് പറയുന്നത്. ഈ എക്സൈസ് മന്ത്രിയുടെ സ്വന്തം സ്ഥലത്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഒപ്പം ജലചൂഷണം കൂടെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂഷണത്തോട് ചൂഷണം എന്ന് തന്നെയല്ലേ ഈ ഒരു കാര്യത്തെ പറയേണ്ടത്? തീർച്ചയായിട്ടും രജനി, ഈ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇത് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ നിമിഷത്തിൽ നമുക്ക് പുറത്തുവിടാനുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ മദ്യനിർമ്മാണശാല വരരുത് എന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ കാരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഇത് ക്രിട്ടിക്കൽ ഏരിയ എന്നുള്ളതാണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അതിൻ്റെ കൃത്യമായിട്ട് തന്നെ മാപ്പ് സഹിതമാണ്, അതായത് പാലക്കാട് ജില്ലയുടെ ഒരു മാപ്പ് സഹിതം അതിൽ കറുത്ത ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന കറുത്ത ഭാഗത്തായിട്ട് കറുപ്പായിട്ട് മാർക്ക് ചെയ്തത് കാണാൻ സാധിക്കും. അത് മലമ്പുഴ ബ്ലോക്കാണ്. ഈ മലമ്പുഴ ബ്ലോക്കിലെ ഭൂഗർഭ ജലനിരപ്പ് അത് ക്രിട്ടിക്കൽ എന്നാണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മലമ്പുഴയ്ക്ക് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ചിറ്റൂർ ബ്ലോക്കിലെ ചുവന്ന മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചുവന്ന മാർക്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നാണ്. അതായത് മലമ്പുഴ ബ്ലോക്കിൽ ക്രിട്ടിക്കൽ എന്നും ചിറ്റൂർ ബ്ലോക്കിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നുമാണ് ഭൂഗർഭ ജലനിരപ്പ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് മേഖലകളിലും ഇത്തരം മദ്യനിർമ്മാണശാലയോ മറ്റോ ഒക്കെ ആരംഭിക്കുകയാണെങ്കിൽ അത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും, അവിടുത്തെ പ്രകൃതിയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് കൃത്യമായി സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2013 ഇത്തരം കാര്യങ്ങൾ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, അവരുടെ ബുക്ക്ലെറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2013 നമുക്ക് ആലോചിക്കണം. ഇപ്പോൾ 2025 എത്തുമ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ഒന്നുകൂടെ പരിശോധന നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഈ ക്രിട്ടിക്കൽ എന്നുള്ളത് പല പ്രദേശങ്ങളിലും, അതായത് മലമ്പുഴ ബ്ലോക്കിൽ ക്രിട്ടിക്കൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പല ഇടങ്ങളിലും അത് ഓവർ എക്സ്പ്ലോയിറ്റഡിലേക്ക് ആയിരിക്കാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് ഭൂഗർഭ ജലനിരപ്പ് ഗുരുതരാവസ്ഥയിലുള്ള പ്രദേശത്താണ്. ഒപ്പം മാനദണ്ഡങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഭൂജല ബോർഡ് ക്രിട്ടിക്കൽ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശത്താണ് വീണ്ടും ജലചൂഷണത്തിനുള്ള അനുമതി നൽകിയത്. വരും മണിക്കൂറുകളിലും ഈ വാർത്ത കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യും. എന്തായാലും അരുൺ ആലത്തൂരാണിപ്പോൾ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.